കൊല്ലം ജില്ല. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക PSC ചോദ്യോത്തര സീരീസിലെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ തിരുവനന്തപുരം, പത്തനംതിട്ട എന്നീ ജില്ലകളെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കശുവണ്ടി വ്യവസായത്തിന്റെ തലസ്ഥാനമെന്നും തടാകങ്ങളുടെയും പുരാതന തുറമുഖങ്ങളുടെയും നാട് എന്നും അറിയപ്പെടുന്ന കൊല്ലം ജില്ലയെക്കുറിച്ചാണ്. PSC, SSC തുടങ്ങിയ പരീക്ഷകളിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനത്തോളം കാണുക, കാരണം പതിവുപോലെ 50ാമത്തെ ചോദ്യം നിങ്ങൾക്കുത്തരം പറയാനായുള്ളതാണ്. അതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈകാതെ തന്നെ കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. കൊല്ലം ജില്ല നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1949 ജൂലൈ 1. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപീകൃതമായപ്പോഴുണ്ടായ ആദ്യത്തെ 4 ജില്ലകളിൽ ഒന്നാണ് കൊല്ലം. 2. കശുവണ്ടി വ്യവസായത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. കേരളത്തിൽ കശുവണ്ടി പ്രോസസ്സിംഗും കയറ്റുമതിയും ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചാണ്. 3. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ തുടങ്ങി പ്രകൃതിരമണീയമായ നിരവധി തടാകങ്ങൾ ഈ ജില്ലയിലുണ്ട്. 4. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഈ തടാകത്തിനു ചുറ്റും കുന്നുകൾ അതിരിടുന്നു. കൂടാതെ ഇതിലെ വെള്ളം ശുദ്ധീകരിക്കുന്നത് ചവറുകൾ തിന്നുന്ന കാവാബോറസ് എന്ന തരം ലാർവകളാണ്. 5. കേരളത്തിന്റെ കായൽ ടൂറിസത്തിന്റെ ഗേറ്റ്വേ ഓഫ് ബാക്ക്വാട്ടേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കൊല്ലം. അഷ്ടമുടി കായലിലൂടെയുള്ള ഹൗസ്ബോട്ട് യാത്രകളും നാഷണൽ വാട്ടർവേയുടെ സാന്നിധ്യവുമാണ് കൊല്ലത്തെ കായൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാക്കുന്നത്. 6. 8 മടക്കുകളുള്ള കായൽ എന്നർത്ഥം വരുന്ന കൊല്ലത്തെ പ്രശസ്തമായ കായൽ ഏതാണ്? ഉത്തരം അഷ്ടമുടി കായൽ. കേരളത്തിലെ 2ാമത്തെ വലിയ കായലായ അഷ്ടമുടി കായൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസർ സൈറ്റുകളുടെ പട്ടികയിലുൾപ്പെട്ട ഒന്നാണ്. 7. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തെന്മല. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലാണ് പ്രകൃതി സൗഹൃദ ടൂറിസത്തിന് മാതൃകയായ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 8. ഏഷ്യയിലെ ആദ്യത്തെ തൂക്കുപാലങ്ങളിൽ ഒന്നായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം ഏതാണ്? ഉത്തരം 1877. ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് കല്ലടയാറിനു കുറുകെ ഈ തൂക്കുപാലം നിർമ്മിച്ചത്. 9. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പുനലൂർ പേപ്പർ മിൽ. 1888 തിരുവിതാംകൂർ ഭരണകാലത്താണ് ഇത് സ്ഥാപിതമായത്. 10. പ്രശസ്തമായ ജഡായു എർത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തെ ഏത് സ്ഥലത്താണ്? ഉത്തരം ചടയമംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്തെ ജഡായു പാറയിലാണ്. 11. തെന്മല അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം കല്ലടയാർ. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഈ അണക്കെട്ട് പരപ്പാർ അണക്കെട്ട് എന്നും അറിയപ്പെടുന്നു. 12. കൊല്ലം നഗരം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം വേണാട് രാജാവായിരുന്ന ഉദയമാർത്താണ്ഡവർമ്മ ഓഫ് AD 825. കൊല്ലവർഷത്തിന്റെ ആരംഭം കൊല്ലം നഗരത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 13. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം നീണ്ടകര. മത്സ്യബന്ധനത്തിനും കടൽ സുരക്ഷയ്ക്കും പ്രാധാന്യമുള്ള നീണ്ടകരയിലാണ് 2006 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 14. ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നായ കൊല്ലത്തെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറേറ്റ്. 15. സാഹിത്യകാരനായ വേലുക്കുട്ടി അരയൻ ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം കരുനാഗപ്പള്ളി. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം. 16. ക്ലോൺ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പോത്തുകുട്ടിയായ ഹിസാർ ഗൌരവ് വികസിപ്പിച്ചെടുത്തതാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൌസ് സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം തങ്കശ്ശേരി ലൈറ്റ് ഹൌസ്. 1902 ബ്രിട്ടീഷുകാരാണ് തങ്കശ്ശേരിയിൽ ഈ ചരിത്രപ്രസിദ്ധമായ ലൈറ്റ് ഹൌസ് നിർമ്മിച്ചത്. 17. ഡച്ചുകാർ നിർമ്മിച്ച സെന്റ് തോമസ് കോട്ട, തങ്കശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തങ്കശ്ശേരി, കൊല്ലം. 1517 പോർച്ചുഗീസുകാർ നിർമ്മിക്കുകയും പിന്നീട് ഡച്ചുകാർ പുനർനിർമ്മിക്കുകയും ചെയ്ത ചരിത്രസ്മാരകമാണിത്. 18.
പ്രശസ്തമായ ഓച്ചിറ കാളകെട്ട് മത്സരം നടക്കുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം: ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ക്ഷേത്രമാണിത്. വൃശ്ചികമാസത്തിലെ ഓച്ചിറ പടനിലം ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. 19. കേരളത്തിലെ ഏറ്റവും വലിയ കശുവണ്ടി സംസ്കരണ കേന്ദ്രമായ KSEDCA ആസ്ഥാനം എവിടെയാണ്? ഉത്തരം: കൊല്ലം. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം കൊല്ലം നഗരത്തിലാണ്. 20. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന പ്രശസ്തമായ പഴഞ്ചൊല്ല് ഏത് നഗരത്തിന്റെ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: കൊല്ലം. പഴയകാലത്തെ വിദേശ വ്യാപാര സമ്പർക്കവും സമ്പന്നമായ സംസ്കാരവുമാണ് ഈ പഴഞ്ചൊല്ലിന് ആധാരം. 21. മരപ്പണിക്കും തടി വ്യവസായത്തിനും പേരുകേട്ട കൊല്ലത്തെ പ്രശസ്തമായ സ്ഥലം ഏതാണ്? ഉത്തരം: പുനലൂർ ആൻഡ് പത്തനാപുരം. വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതിനാൽ തടി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ പ്രദേശങ്ങളാണിവ. 22. കല്ലടയാറിന്റെ നീളം എത്ര കിലോമീറ്ററാണ്? ഉത്തരം: 121 കിലോമീറ്റർ. പതനാപുരം, പുനലൂർ, കുന്നത്തൂർ, കരുനാഗപ്പള്ളി എന്നീ താലൂക്കുകളിലൂടെ ഒഴുകി അഷ്ടമുടി കായലിൽ പതിക്കുന്ന നദിയാണിത്. 23. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ചുരം ഏതാണ്? ഉത്തരം: ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തമിഴ്നാട്ടിലെ മധുര, തിരുനെൽവേലി നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. 24. ആര്യങ്കാവ് ശാസ്താക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം: തമിഴ് ആചാരങ്ങളും മലയാളി ആചാരങ്ങളും സമന്വയിക്കുന്ന ക്ഷേത്രമാണിത്. ശബരീശന്റെ പ്രശസ്തമായ 5 ശാസ്താക്ഷേത്രങ്ങളിൽ പഞ്ചശാസ്ത ഒന്നാണ് ആര്യങ്കാവ്. 25. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? ഉത്തരം: 1809 ജനുവരി 11. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ബ്രിട്ടീഷുകാരുടെ അധീശത്വത്തിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ നടത്തിയത് കുണ്ടറയിൽ വെച്ചായിരുന്നു. 26. കുണ്ടറ എന്ത് വ്യവസായത്തിനാണ് പ്രശസ്തമായിരുന്നത്? ഉത്തരം: സെറാമിക്സ് വ്യവസായം. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. 27. പ്രശസ്തമായ മയ്യനാട് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മദേശമാണ്? ഉത്തരം: സിസ്റ്റർ കേശവൻ. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സിസ്റ്റർ കേശവൻ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. 28. ഇരവിപുരം മണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: കൊല്ലം. കയർ കശുവണ്ടി തൊഴിലാളികൾ ഏറെയുള്ള ഒരു പ്രമുഖ തീരദേശ മണ്ഡലമാണിത്. 29. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? ഉത്തരം: കുമ്പളങ്ങി. എറണാകുളത്താണെങ്കിൽ കൊല്ലത്തെ പ്രമുഖ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. ഇന്തോ നോർവീജിയൻ പ്രൊജക്ടിന്റെ ഭാഗമായി വികസിച്ച പ്രദേശം കൂടിയാണ് നീണ്ടകര. 30. പ്രശസ്തമായ കൊട്ടാരക്കര ഏത് കലാരൂപത്തിന്റെ ജന്മദേശമായാണ് അറിയപ്പെടുന്നത്? ഉത്തരം: രാമനാട്ടം, കഥകളിയുടെ പ്രാഥമിക രൂപം. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ സ്രഷ്ടാവ്. 31. ഉണ്ണുനീലി സന്ദേശം എന്ന പ്രാചീന മണിപ്രവാള കാവ്യത്തിൽ പരാമർശിക്കുന്ന പ്രധാന നഗരം ഏതാണ്? ഉത്തരം: കൊല്ലം. വടക്കൻ കൊല്ലവും വേണാടിന്റെ സംസ്കാരവും ഇതിൽ വിവരിക്കുന്നുണ്ട്. 32. മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന അമൃതപുരി എവിടെയാണ്? ഉത്തരം: വള്ളിക്കാവ്, കരുനാഗപ്പള്ളി. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായൊരു തീർത്ഥാടന വിദ്യാഭ്യാസ കേന്ദ്രമാണിന്ന് വള്ളിക്കാവ്. 33. കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ചവറ ഏത് ധാതുമണൽ ഖനനത്തിനാണ് പ്രസിദ്ധി നേടിയത്? ഉത്തരം: ഇൽമനൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, KMML. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, KMML, IRE എന്നിവ പ്രവർത്തിക്കുന്നത് ചവറയിലാണ്. 34. ഇന്തോ നോർവീജിയൻ പ്രൊജക്ട് 1953 ആരംഭിച്ചത് കൊല്ലത്തെ ഏത് സ്ഥലത്താണ്? ഉത്തരം: നീണ്ടകര ശക്തികുളങ്ങര. കേരളത്തിലെ അഴിമുഖ വികസനത്തിനും മത്സ്യബന്ധന നവീകരണത്തിനും വഴിവെച്ച പദ്ധതിയാണിത്. 35. പ്രശസ്ത കവിയായ ONV കുറുപ്പ് ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം: ചവറ, കൊല്ലം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ രണ്ടാമത്തെ കവിയാണ് ONV കുറുപ്പ്. 36. മലബാറിലെ മാഹി പോലെ കൊല്ലത്ത് ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ചെറിയ പ്രദേശം ഏതാണ്? ഉത്തരം: തങ്കശ്ശേരിയുടെ ചില ഭാഗങ്ങൾ ബൈ കോവിൽത്തോട്ടം. ചരിത്രത്തിൽ തങ്കശ്ശേരി പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് അധീനതകളിൽ മാറി വന്നിട്ടുണ്ട്. 37. പുനലൂർ താലൂക്കിലെ പ്രശസ്തമായ ദേശീയ ഉദ്യാനം വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം: ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി ഗ്ലൂട്ടാ ട്രവൻകോരിക്ക എന്ന അപൂർവ വൃക്ഷത്തിന്റെ പേരിൽ നിന്നാണ് ഈ വന്യജീവി സങ്കേതത്തിന് ആ പേര് ലഭിച്ചത്. 38.
കേരളത്തിൽ കൽക്കരി പോലെയുള്ള അപൂർവ വസ്തുക്കൾ കണ്ടെത്തിയ വർക്കല ഫോർമേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും അതിർത്തിയിലാണെങ്കിൽ കൊല്ലത്തെ പ്രധാന ബീച്ച് ഏതാണ്? ഉത്തരം തിരുമുല്ലവാരം ബീച്ച് ആൻഡ് കൊല്ലം ബീച്ച്. ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കടൽത്തീരമാണ് തിരുമുല്ലവാരം. 39. കൊല്ലം നഗരസഭ കോർപ്പറേഷനായി ഉയർത്തപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 2000 ഒക്ടോബർ 1. കേരളത്തിലെ 4ാമത്തെ കോർപ്പറേഷനാണ് കൊല്ലം. 40. പ്രശസ്തമായ ആശ്രാമം മൈതാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം നഗരത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ തുറസായ മൈതാനങ്ങളിലൊന്നായി ഇവിടെ പൈതൃക സമുച്ചയങ്ങളും പ്രകൃതിദത്ത പച്ചപ്പും കാണാം. 41. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമായ കണ്ണൂർ പോലെ കൊല്ലത്ത് പണ്ടുകാലത്ത് പ്രവർത്തിച്ചിരുന്ന എയറോഡ്രോം എവിടെയായിരുന്നു? ഉത്തരം ആശ്രാമം മൈതാനം. 1930കളിൽ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് വിമാനങ്ങൾ ഇറങ്ങിയിരുന്ന ഇടമാണിത്. 42. കേശവദേവ്, ലളിതാംബിക അന്തർജനം തുടങ്ങിയ എഴുത്തുകാർക്ക് സംഭാവന നൽകിയ കൊല്ലത്തെ പ്രശസ്തമായ പ്രസാധകശാല ഏതാണ്? ഉത്തരം സാഹിത്യപ്രവർത്തക സഹകരണ സംഘം, പ്രഭാത് ബുക്ക് ഹൌസ് ശാഖകൾ. 43. കൊല്ലം ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 6 താലൂക്കുകൾ. കൊല്ലം, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം എന്നിവയാണവ. 44. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന കുട്ടനാട് പോലെ കൊല്ലത്തെ കായൽ പ്രദേശമായ മൺട്രോതുരുത്ത് നാമകരണം ചെയ്യപ്പെട്ടത് ആരുടെ പേരിൽ നിന്നാണ്? ഉത്തരം ജോൺ മൺട്രോ. ജോൺ മൺട്രോ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മൺട്രോയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ തുരുത്തിന് പേര് നൽകിയത്. 45. മൺട്രോതുരുത്ത് ഏത് 2 ജലാശയങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ. മനോഹരമായ കനാൽ ടൂറിസത്തിന് ലോകശ്രദ്ധ നേടിയ സ്ഥലമാണിത്. 46. കൊല്ലം ജില്ലയിലെ ഒരേയൊരു പട്ടികജാതി സംവരണ ലോക്സഭാ മണ്ഡലം ഏതാണ്? ഉത്തരം മാവേലിക്കര. ചില ഭാഗങ്ങൾ കൊല്ലത്താണ്. ബൈ അസംബ്ലി മണ്ഡലങ്ങളിൽ കുന്നത്തൂർ. കുന്നത്തൂർ നിയമസഭാ മണ്ഡലം SC സംവരണ മണ്ഡലമാണ്. 47. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ സൗഹൃദ കോടതി ഈക്കോ ഫ്രണ്ട്ലി കോർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം. സൗരോർജ്ജവും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോടതി കെട്ടിടമാണിത്. 48. കൊല്ലം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ജില്ല ഏതാണ്? ഉത്തരം തെൻകാസി. തെൻകാസി. ആര്യങ്കാവ് പാത വഴി തമിഴ്നാട്ടിലെ തെൻകാസി ജില്ലയുമായി കൊല്ലം അതിർത്തി പങ്കിടുന്നു. 49. കുണ്ടറ വിളംബരം നടന്ന വിളംബരത്തറ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിന് സമീപമാണ്? ഉത്തരം കുണ്ടറ എളമ്പള്ളൂർ ക്ഷേത്രം. വേലുത്തമ്പി ദളവ ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം നടത്തിയത് ഈ പ്രദേശത്ത് വെച്ചാണ്. 50. 50ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതാണ്. ചോദ്യം: കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ പരിപ്പള്ളി ഗജമേള ഏത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്? ഉത്തരം കൃത്യമായി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചുകഴിഞ്ഞു. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എല്ലാവരും കമന്റ് ബോക്സിൽ വ്യക്തമാക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അടുത്ത 4ാമത്തെ വീഡിയോയിൽ മറ്റൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. തുടർന്നും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അമർത്തുക. നന്ദി.